സമഗ്ര ശിക്ഷ കേരളം മാവേലിക്കര BRC ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം മാവേലിക്കര BRC ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഗവൺമെന്റ് TTI മാവേലിക്കരയിൽ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയിൽ പലപ്പോഴും പല നിലയിലും പലരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ആ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ളത് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷി സൗഹൃദമായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്താനാണ് ഇപ്പം ബിഹേവിയർ തെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, എല്ലാവർക്കുമാണ് അല്ലേ. ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഈ തെറാപ്പി കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്കും അല്ലെ, അവർക്ക് മാത്രമല്ല പ്രശ്നം, എല്ലാവർക്കും സമൂഹത്തിൻ്റെതായ ആകെ പ്രശ്നമുണ്ട്. കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് നയിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വലിയ സെന്ററിനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 1 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ടെൻഡർ പ്രൊസീജിയറുകളിലേക്ക് പോകണം. അവർ ഈ മേഖലയിൽ കൃത്യമായി ഇടപെടുന്നവരാണ്. ഞങ്ങളുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോടൊപ്പം തന്നെ ഈ മേഖലയുടെ വിവിധ വശങ്ങളെ കുറിച്ച് കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് അവരിവിടെ വന്നതും. അവരെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ മേഖലകൾ, നമ്മുടെ വീടുകളിൽ നമ്മൾ വല്ലാതെ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മളുടെ അല്ലെങ്കിൽ ഒരുപാട് ഡെഡിക്കേറ്റഡായി നിൽക്കുന്നവരാണ് നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ തന്നെ. ബോധവൽക്കരണ ക്ലാസ് ഇവിടെ നടക്കുക. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ കുട്ടികളെ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പേർട്ടുകളുടെ ക്ലാസ് ഇന്നിവിടെ നടക്കുക. ഈ ക്ലാസ് വളരെ ഗൗരവത്തോടു കൂടി കണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെയൊക്കെ പങ്കാണ് നമുക്ക് ഏറ്റവും പ്രധാനം. സ്കൂളിൽ പോകണം, അവരുടെ കളികളൊക്കെ കളിക്കണം, ആ പ്രായത്തിനനുസരിച്ചുള്ള കളികളിലൊക്കെ ഏർപ്പെടണം. അപ്പൊ ഈ വക കാര്യങ്ങൾ ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ, ആ ഫങ്ഷണൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവിടെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് റോളുണ്ട്. ഇപ്പം നമുക്ക് ആർക്കും ഇപ്പോൾ ഓക്യുപേഷണൽ തെറാപ്പിനെ പറ്റി അറിയില്ല. പല കുഞ്ഞുങ്ങൾക്കും ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ് പേരിൽ കിട്ടുന്നത് വേറെ തെറാപ്പീസ്. കാരണം ഒന്നാമതായി OT മാവേലിക്കര BPC ജ്യോതികുമാർ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ വിനോദ് MS മുഖ്യപ്രഭാഷണം നടത്തി. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് CP ഫുട്ബോൾ വുമൺസ് വേൾഡ് കപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിൽ പങ്കെടുക്കുന്ന റിയ കോശിക്ക് ആദരവ് നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി തെറാപ്പി സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി പരിശീലനത്തെ ബാധിക്കുന്നതിനാൽ വീട്ടിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി. ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ വീട്ടിൽ നൽകേണ്ട പരിശീലനങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയുണ്ടായി. തിരുവല്ല സെൻസോറിയ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ തെറാപ്പിസ്റ്റുകളായ ഫെമി കുര്യൻ, കൃഷ്ണവേണി ശശികുമാർ, ചന്ദന, ശിഖ മെറിൻ, ഫിലിപ്പ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഗവൺമെന്റ് TTI മാവേലിക്കരയിലെ പ്രിൻസിപ്പൽ ജയകുമാർ പണിക്കർ, പരിശീലകൻ G സജീഷ്, രമ്യ, അമ്പിളിക്കല, മിനിമോൾ തോമസ് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.